ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ കൊടും ചൂടത്തെ നോമ്പുതുറ സമയത്ത് നമുക്ക് ദാഹവും ക്ഷീണവും ഒക്കെ അകറ്റി നമുക്ക് നല്ല ശരീരത്തിൽ നല്ല ഹെൽത്തി ആവാനും വയറും മനസ്സുമൊക്കെ ഒരുപോലെ തണുത്ത് കിട്ടാനുമുള്ള ഒരു ഹെൽത്തി ജ്യൂസിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് ഈ ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസ് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. വരൂ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഈ ഹെൽത്തി ജ്യൂസ് തയ്യാറാക്കാൻ വേണ്ടി ഞാനൊരു 4 ക്യാരറ്റ് അതിൻ്റെ തൊലിയെല്ലാം പീൽ ചെയ്തതിന് ശേഷം കഴുകി ഒന്നെടുത്തിട്ടുണ്ട്. ഇതൊന്ന് വട്ടത്തിന് അരിഞ്ഞിട്ട് ഒരു സോസ് പാനിലേക്ക് അത് വേവുന്നതിന് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി എടുത്ത് വെച്ചിട്ട് അടുപ്പിൽ വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇതിൻ്റെയൊക്കെ വേറൊരു ഗ്ലാസ്സിലേക്ക് ഞാൻ ഒരു 3/4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ സിയാ സീഡ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് അതൊന്ന് മാറ്റി വയ്ക്കുകയാണേ. ഇതിനിടെ നമ്മുടെ ക്യാരറ്റ് നന്നായിട്ട് വെന്തിട്ടുണ്ട്, വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുത്ത് കിട്ടിയിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അത് വെന്തോന്ന് അറിയാൻ വേണ്ടി ഇതുപോലെ ഒന്ന് ഒരു സ്പൂൺ വെച്ചൊന്ന് കുത്തി നോക്കുമ്പോൾ അത് കട്ട് ചെയ്ത് വരുവേ. അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് നന്നായിട്ട് തണുത്തും കിട്ടിയിട്ടുണ്ട്. ഇനിയൊരു മിക്സിയുടെ ജാറിലേക്ക് ഇത് ഇങ്ങ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു ബൗൾ നിറച്ച് ഐസ് ക്യൂബുകൾ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 മോറിസ് പഴം ഇട്ട് കൊടുക്കാം. പഴം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ഫ്ലേവറിന് വേണ്ടി കുറച്ച് ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ഏലക്കപ്പൊടി ഇല്ലെങ്കിൽ കുറച്ച് വാനില എസൻസ് 2 തുള്ളി ഒഴിച്ച് കൊടുത്താൽ മതിയാവും. അപ്പോൾ റോബസ്റ്റ പഴം ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടി കുറച്ച് ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഇട്ട് കൊടുക്കുമ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഞാൻ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിൽ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. റോബസ്റ്റ പഴത്തിൻ്റെ മധുരവും പിന്നെ ക്യാരറ്റിനും ചെറിയ മധുരം ഉണ്ടല്ലോ, അപ്പോൾ ഇത്ര മതി. ഇനി നമുക്ക് ഇതിലേക്ക് 1 കവർ പാലും കൂടി ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ പാലും കൂടി ഒഴിച്ച് കൊടുത്തു. ഇനി ഇത് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് ആ ക്യാരറ്റൊക്കെ നന്നായിട്ട് അരഞ്ഞ് വരണം കേട്ടോ. അതുപോലെ അടച്ച് വെച്ച് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമുക്ക് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് അരച്ചെടുത്ത ജ്യൂസ് നമുക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതൊരു ഗ്ലാസ് ജാറിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുതിർക്കാൻ വെച്ചിരുന്ന സിയാ സീഡും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കൊരു സ്പൂൺ ഇട്ട് നന്നായിട്ട് ഇതൊന്ന് അടിതാത്തൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് അടിതാളത്ത് നന്നായിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 ഗ്ലാസ് എടുക്കാം. ഇതിലേക്ക് നമുക്ക് നമ്മുടെ ജ്യൂസ് ഗ്ലാസ്സിലേക്ക് പകർത്തി കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ക്യാരറ്റ് ജ്യൂസ് ഇവിടെ റെഡിയായേ. ഈ ചൂടുള്ള സമയത്ത് നമ്മുടെ നോമ്പ് തുറയ്ക്ക് കുടിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ളൊരു ക്യാരറ്റ് ജ്യൂസാണ്. നമ്മുടെ ക്ഷീണവും ദാഹവും ഒക്കെ പമ്പ കിടക്കും ഇത് കുടിച്ചാൽ. പിന്നെ വളരെ ഹെൽത്തിയുമാണ്. അപ്പോൾ ഇതുപോലുള്ള ജ്യൂസ് നിങ്ങളും തയ്യാറാക്കി നോക്കൂ കേട്ടോ. വളരെ ടേസ്റ്റിയാണ്. ക്യാരറ്റ് ജ്യൂസ് എന്തുകൊണ്ടും നല്ലതാണ്. നമുക്ക് കുടിക്കുന്നത് കൊണ്ട് നമ്മുടെ സൗന്ദര്യമൊക്കെ നന്നായിട്ട് കൂടാൻ നല്ല സഹായകമായ ഒന്നാണ് ക്യാരറ്റ്. അപ്പോൾ ഈ നോമ്പുതുറ സമയത്ത് ഇതുപോലുള്ള ജ്യൂസുകൾ ഉണ്ടാക്കി കഴിച്ച് നോക്കൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. നല്ലൊരു വീഡിയോസുമായി വീണ്ടും വരാം.